നമസ്കാരം. ആസാമിലെ ഗുവാഹത്തിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഇന്ന് ആസാമിന്റെ കിഴക്ക് ഭാഗമായ ദിബ്രുഗഡിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രി 8:55 ദിബ്രുഗഡിലേക്ക് പോകുന്ന നാഗാലാൻഡ് എക്സ്പ്രസിലാണ് ഇന്നത്തെ യാത്ര. സമയം 7:55. ഇനി നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ 1 മണിക്കൂർ കൂടെ കറക്റ്റ് ഉണ്ട്. ഈ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരവും ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുമാണ് ഗുവാഹത്തി. ഇത് സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഭാഗമാണ്. ഇവിടുത്തെ ഏറ്റവും തിരക്കേറിയ ഭാഗം ഇതിന്റെ ഈ സ്റ്റേഷന്റെ പുറകു ഭാഗമാണ്. ഇതാണ് പൾട്ടൺ ബസാർ ഏരിയ. ഏറ്റവും തിരക്കേറിയൊരു ഭാഗമാണ് ഇത്. മേഘാലയയിലെ ഷില്ലോങ്ങിലേക്ക് പോകാനുള്ള വണ്ടികളൊക്കെ നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് കിട്ടുക. അതുപോലെ തന്നെ ഇതിലൂടെ തന്നെയാണ് ബസ് സർവീസും ഉള്ളത്. രാത്രിക്ക് ഞങ്ങൾ കഴിക്കുന്നത് മസാല ദോശയാണ്. ആസാമിൽ എത്തിയിട്ട് മസാല ദോശന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഓർഡർ ചെയ്ത മസാല ദോശ വന്നിരിക്കുകയാണ്. 2 ടൈപ്പിൽ തന്നെ ചട്നി ഉണ്ട്, പിന്നെ ഇവിടെ സാമ്പാറും ഉണ്ട്. പിന്നെ ഇത് കൊണ്ടുവന്ന് തന്നത് ഒരു വാഴയിലാണ്. ഇതുവഴി നേരെ ഇനി സ്റ്റേഷന്റെ അകത്തേക്ക് കയറാം. ഇന്ന് മിക്കവാറും ട്രെയിൻ പുറപ്പെടുക 6-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാണ്. പ്ലാറ്റ്ഫോം നമ്പർ 6-ൽ ഇതാ നമുക്ക് പോകാനുള്ള നാഗാലാൻഡ് എക്സ്പ്രസ് വന്നിട്ടുണ്ട്. WDP 4D ആണ് ലോക്കോ, അതായത് ന്യൂ ഗുവാഹത്തി ലോക്കോ ഷെഡിന് കീഴിലുള്ള ലോക്കോമോട്ടീവാണിത്. വണ്ടിയപ്പോൾ നേരത്തെ വന്നു. ഇതാ ഇവിടെ മുതലാണ് നമ്മുടെ കോച്ചുകൾ തുടങ്ങുന്നത്. പക്ഷെ ഇത് എക്സ്ട്രാ കോച്ചാണ്. ഇല്ല, ഇത് നമ്മുടെ നാഗാലാൻഡ് എക്സ്പ്രസിന്റെ ഇതിൽ ഉൾപ്പെടാത്ത കോച്ചാണിത്. ഇവിടെ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ ഉണ്ട്. ഗുവാഹത്തിയിൽ നിന്ന് മുർക്കോങ്ക സെലക്ക് എന്ന സ്ഥലത്തേക്ക് പോകുന്ന ലച്ചിത് എക്സ്പ്രസ്. ഒരു വെറൈറ്റി നെയിമുള്ള ട്രെയിൻ അല്ലേ. ഗുവാഹത്തി ദിബ്രുഗഡ് നാഗാലാൻഡ് എക്സ്പ്രസിന്റെ നമ്പർ വരുന്നത് 156-69 ആണ്. പിന്നെ ഇത് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ഗുവാഹത്തിയിൽ നിന്ന് മറിയാണി ജംഗ്ഷനിലേക്കുള്ള BG എക്സ്പ്രസ് ആയിട്ട്. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ് ആണ്, S8. ഇവിടെ ഒരു പഴയ ICF കോച്ച് ഉണ്ട്. ഇതൊന്നും ഇപ്പം നമ്മുടെ നാട്ടിലേക്കൊന്നും കാണാനേ കഴിയാത്തൊരു കളറിലുള്ള കോച്ചല്ലേ. ഇത് അൺറിസർവ്ഡ് ആണ്. ഇതിലൊക്കെ ആളായി ഇപ്പം തന്നെ. 2014 നിർമ്മിച്ച S8 കോച്ച്. അപ്പോൾ ഇതിലാണ് നമുക്കിന്ന് യാത്ര ചെയ്യാനുള്ളത്. 11ഉം 14ഉം ആണ് ഞങ്ങളുടെ ബർത്ത് നമ്പറുകൾ. ഇവിടെയാണ് ഞങ്ങളുടെ 2 ബർത്തുകൾ വരുന്നത്. 11 ഒരു അപ്പർ ബർത്ത്, 14 മറ്റൊരു അപ്പർ ബർത്ത്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ തന്നെ പഴക്കം നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു കരി പിടിച്ച പോലെയാണ് ഇവിടുത്തെ ഒരു ഭാഗങ്ങളൊക്കെ. ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഈ താഴെ ഭാഗത്തേക്കാണ് ചാർജിങ് പോയിന്റുകൾ ഉള്ളത്. 2 ഉണ്ട്. പിന്നെ അപ്പർ ബർത്തിന്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നേരത്തെ ഇരുന്നവരുടെ വേസ്റ്റ്, ഇതാ ഫുഡ് വേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ നല്ല പൊടിയുണ്ട്, എന്തായാലും തുടച്ച് വൃത്തിയാക്കണം. ഈ ഒരു ഭാഗത്തേക്ക് ഇതാ, അയ്യോ ഇതുണ്ടോ, ഇത്രയും പൊടിയാണ്. അതൊരു പേപ്പർ വെച്ച് തുടച്ച് സെറ്റാക്കാം. ഇവിടെ വെള്ളം വെക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഈ ഭാഗത്തൊക്കെ ഓക്കെയാണ് കേട്ടോ. ഇനി സൈഡ് അപ്പറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സൈഡ് അപ്പറിന്റെ ഒരു ഭാഗത, സൈഡ് ലോവറിന്റെ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല അല്ലേ നവി, അല്ലേ? രാത്രിയിലെ കൂടെ ഫുഡൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിച്ചോണ്ട് പിന്നെ ആ ഒരു പ്രശ്നം. ഇങ്ങോട്ടിരുന്നോ തുടക്കണം. തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഇരിക്കണം. അത് സംഭവം എന്ന് വെച്ചാല് BG എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ടല്ലോ. ഒരു കോച്ചിന്റെ അകത്തെ ബെർത്ത് പോലും മര്യാദയ്ക്ക് ഇവന്മാര് വൃത്തിയാക്കിയില്ല. ഇതെല്ലാം ഞങ്ങൾ തന്നെ വൃത്തിയാക്കട്ടെ. നോക്കി ഇത്ര വേസ്റ്റുകൾ നോക്കിയേ. ഇത് നേരത്തെ കഴിച്ച ആരും ഇട്ടതാണല്ലോ. പൊടി വേറെ, ഇത് ഫുഡ് വേസ്റ്റ് വേറെ. ഇതാ ഇതുണ്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ബെർത്ത് വൃത്തിയാക്കണമെങ്കിൽ നമ്മള് തന്നെ വേണമല്ലേ. സത്യം. ഓരോട്ടൊന്നും തുടച്ചാൽ ശരിയാവില്ല. കുറേയോട്ട് തുടങ്ങണം. അതാണ് ബാഗ് വെച്ച് കിടക്കേണ്ടതല്ലേ. അലർജിയല്ലേ ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവന്മാര് ചെരുപ്പ് വിട്ട് കയറി ചവിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ ഇത്ര കളി. നോക്കുക, ഇത് കുറേ തുറക്കണം. കുറേയൊക്കെ തുറച്ചാൽ മാത്രമാണ് ഇത് പോവുക. ഇത് തുറച്ചിട്ടും പൊടി ഉണ്ട് അത്ര. ശരിക്കും ഇത് തുണി കൊണ്ട് നടക്കേണ്ടി വരും അത്രയും. ഇനി എന്റെ ഇവിടെ ഇതുകൊണ്ടാ, ഇത് ക്ലിയർ പൊടി. ഇതാ എങ്ങനെ ഞാനാ കിടക്കേണ്ടത്.
ഇത് ഞങ്ങൾ ആദ്യം വിചാരിക്കണ്ടല്ലോ ഈ ട്രെയിനിൽ AC എടുത്താലാണ്. പിന്നെ ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ഉണ്ട്. നവീത തുടച്ച് അവിടുത്തെ ഇത്രയും പൊടി, എന്റെ പൊന്നെ, ഇത്രയും പൊടിയിലാണ് കിടക്കേണ്ടതല്ലേ. ഇത് നോക്ക് എന്ത് ചിന്തിച്ചു നോക്കി. ഞങ്ങളുണ്ടല്ലോ കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് റൂം വെക്കേറ്റ് ചെയ്ത് വന്നത്. വീണ്ടും ഒരു പൊടിയിൽ കിടക്കേണ്ട അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. തുടച്ചോ അല്ല, തുടക്കാതെ വേറെ വഴിയില്ലല്ലോ. 8:55 തന്നെ ഇതാ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷന്റെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഈ സ്റ്റേഷനൊക്കെ ലംഡിംഗ് ഡിവിഷന്റെ കീഴിലാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ജാഗീർ റോഡ്. GHY എന്നാണ് സ്റ്റേഷന്റെ കോഡ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 ആഴ്ച മുന്നെയാണ്. ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് അവൈലബിൾ ഉണ്ടായിരുന്നു. ഇന്ന് ചാർട്ട് പ്രിപ്പയർഡ് ആയതിനു ശേഷം നോക്കുന്ന സമയത്തും 100-ന് മുകളിൽ ബെർത്താണ് സ്ലീപ്പർ ക്ലാസ്സിൽ മാത്രം. 3rd AC-യിലും ഉണ്ട്, 2nd AC-യിലും ഉണ്ട്. അതോടൊപ്പം തന്നെ 500 കിലോമീറ്ററിന് മുകളിൽ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ദിബ്രുഗഡിലേക്ക്. നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. ഗുവാഹട്ടിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 345 രൂപയാണ്. 10 മണിയായി. ട്രെയിൻ ഇപ്പോൾ ജാഗീർ റോഡ് സ്റ്റേഷനിലെത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ ട്രെയിനിന് നാഗാലാൻഡിലെ ദീമാപൂർ വഴിയൊക്കെയാണ് കടന്നു പോകുന്നത്. പുലർച്ചെ 1:40-നാണ് അവിടെ എത്തുക. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പോവാത്ത റൂട്ട് വഴിയൊക്കെ ഈ വണ്ടി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് രാത്രിക്കത്തെ കാഴ്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് മോർണിംഗ്. അസാമിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ജൊറാട്ടിലേക്ക് ട്രെയിൻ ഇപ്പോൾ എത്തി. 5:47 ഇപ്പോൾ. ജൊറാട്ട് ടൗൺ റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ഇവിടെയൊക്കെ നേരത്തെ തന്നെ നേരം വെളുക്കും കേട്ടോ. പക്ഷെ എന്നാലും ഇതാ ചന്ദ്രനെയൊക്കെ കാണാം. ഇവിടെ 5:30 ആകുമ്പോഴേ ഇവിടെ നല്ല വെളിച്ചം വന്ന്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പുള്ളത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തെ കാഴ്ച ഇത് എങ്ങനെയാണ്. ഈ നമ്മുടെ കോച്ചിലേക്കൊക്കെ അൺറിസർവ്ഡ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ടല്ലേ. പിന്നെ വേറെ കാര്യമുണ്ട്, ഗുവാഹട്ടിയിൽ നിന്ന് കയറിയ സമയം മുതൽ ഇതുവരെ TT വന്നിട്ടില്ല. TT വരാത്ത റൂട്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അൺറിസർവ്ഡ്. കുറെ ആൾക്കാർ നമ്മുടെ ഡോറിന്റെ ഭാഗത്തൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭൂരിഭാഗം പേര് ഇവിടെ ഇറങ്ങി എന്ന് പറയാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നദീദ്വീപുണ്ട് നമ്മുടെ ഇന്ത്യയിൽ, മാജുലി എന്ന് പറയും. അപ്പോൾ മാജുലി ദ്വീപിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ജൊറാട്ട് ടൗണിലാണ് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ഒരു ഓട്ടോയോ ഷെയറോ വണ്ടി പിടിച്ചിട്ട് നേരെ ഒരു ഫെറി ഘാട്ടിൻ്റെ അടുത്തേക്ക് പോകണം. അവിടുത്തെ ഫെറി കയറിയിട്ടാണ് മാജുലി ദ്വീപിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ളത്. ഇവിടുന്ന് ഏകദേശം ട്രെയിൻ എടുക്കേണ്ട സമയമാകാനായി. 5:51 ജൊറാട്ടിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. JTTN ആണ് സ്റ്റേഷൻ്റെ കോഡ്. ഈ ട്രെയിനിലെ ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഒരുപാട് ഓട്ടോകളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാണ്. ഈ തണുപ്പ് കുറച്ച് മാറണമെങ്കിൽ ഇനിയിപ്പം ചെറിയൊരു ഇളം വെയിൽ വരണം. ഇവിടെ റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് റോഡും. അങ്ങനെ വളഞ്ഞു പോവുകയാണ്. വണ്ടികളൊക്കെ തീരെ കുറവാണ്. അതിത്ര രാവിലെ ആയതുകൊണ്ട് തന്നെയാണ്. ഇതേപോലത്തെ ഒരു കാഴ്ച തിൻസൂക്കിയ ഭാഗത്തുണ്ട്. അതായത് ദിബ്രുഗഡിൽ നിന്ന് തിൻസൂക്കിയയിലേക്ക് പോകുന്ന ഭാഗത്ത്. ജൊറാട്ട് വിട്ടതിന് ശേഷം സിന്നമാറ എന്നൊരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയത്. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട്. 1 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇനി അടുത്തതാണ് മറിയാണി ജംഗ്ഷൻ. അവിടെ നിന്ന് ഈ ട്രെയിനിൽ ലോക്കോ റിവേഴ്സലുണ്ട്. ഇതൊരു ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിനൊന്നും ഇതേ ഇല്ല, ഹൈറ്റേ ഇല്ല. ഇങ്ങനെ എടുത്ത് താഴേക്ക് തന്നെ ചാടണം. ആ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഇതാ ഇവിടെ തന്നെ വലിയൊരു മരമൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ തണുപ്പൊക്കെ വരാനുള്ള റീസൺ. ട്രെയിൻ ഏകദേശം പുറപ്പെടാനുള്ള സമയം സിഗ്നൽ കിട്ടി. ഇത് സിംഗിൾ ലൈനാണ്. ഒരു വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. ഇതിൻ്റെ റേക്ക് ഷെയറിംഗ് ആയ മറ്റൊരു വണ്ടിയില്ലേ, BG എക്സ്പ്രസ്, അത് വരികയാണ്. മറിയാണി ജംഗ്ഷൻ ഗുവാഹട്ടി. രാവിലെ 6 മണി കഴിഞ്ഞ് മറിയാണി ജംഗ്ഷൻ നിന്ന് പുറപ്പെട്ട വണ്ടിയാണിത്. ഇതാണ് ഇന്ന് ഗുവാഹട്ടിയിലെത്തി നാഗാലാൻഡ് എക്സ്പ്രസ് ആയിട്ട് ഇങ്ങോട്ട് വരിക.
പഴയ നീല കോച്ച്. ഈ വണ്ടി വൈകുന്നേരം 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഗുവാഹട്ടിയിലെത്തും. ട്രെയിൻ ഇപ്പോൾ മറിയാണി എന്നൊരു പട്ടണത്തിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. വലിയൊരു വളവാണ്. ഇനി പോകാനുള്ള സിമൽഗുഡി ദിബ്രുഗഡ് ലൈൻ ഇതാണ്. സിംഗിൾ ലൈനാണിത്. മറിയാനി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തുകയാണ്. ഇവിടുന്ന് ഇനി 7:10 മാത്രമേ വണ്ടി എടുക്കുള്ളൂ. ഒരുപാട് സമയമുണ്ട്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. പിന്നെ ഇവിടെ മറ്റൊരു ട്രെയിനൊക്കെ ഉണ്ട്. കൂടുതൽ വണ്ടികളും ഒരുപാട് റേക്ക് ഷെയറിംഗ് ഒക്കെ പോകുന്ന വണ്ടികൾ തന്നെയാണ്. തണുപ്പിന് ഒരു കുറവില്ല, ഇപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ്. എന്തായാലും വെയിലൊക്കെ ഉദിച്ച് വരുന്നുണ്ട്, അതുകൊണ്ടൊരു ആശ്വാസം. ഇനിയിപ്പോൾ ഒരു ലോക്കോ കപ്പിൾ ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് പോവാം. കാരണം നമ്മളിപ്പോൾ വണ്ടിക്ക് നിലവിലുള്ള ലോക്കോ തന്നെയാണ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടത്തേക്ക് തന്നെ വന്നിട്ട് ഘടിപ്പിക്കുക. രാവിലെ ഒരുപാട് പേര് ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നതൊക്കെ കാണാം. ചെറിയ ഗ്ലാസ്സിലാണ് ഇവിടെ ചായയൊക്കെ കിട്ടുക. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ തന്നെ ഫുഡ് കോർട്ടും അത്യാവശ്യം കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. ലോക്കോമോട്ടീവ് അവിടുന്ന് റിലീസ് ചെയ്തിട്ടില്ല. S8 കോച്ചിൽ നിന്ന് ഞങ്ങളിനി മാറിയിട്ട് S4-ലേക്കോ S5-ലേക്കോ പോവുകയാണ്. എന്താ അറിയോ, അവിടെ നിന്ന് ആരുമില്ല. നമ്മളെ കോച്ചിലാണ് നല്ല തിരക്കും. നമ്മളെന്തായാലും ഇനിയിപ്പോൾ അവിടെ പോയിരിക്കാനാണ് ഒരു പ്ലാൻ. ശരിക്കും ഈ ഒരു നാഗാലാൻഡ് എക്സ്പ്രസ് വരുന്ന റൂട്ടും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മറിയാനിയിലേക്ക് എത്തിയല്ലോ, ഈ ഒരു റൂട്ടും തമ്മിലുള്ള കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ വിവേക് എക്സ്പ്രസ്സിലെ കന്യാകുമാരി ദിബ്രുഗഡിലേക്ക് പോകുന്ന വണ്ടി അത് ഈ വഴി തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ വരുന്ന നാഗാലാൻഡിൻ്റെയും അതിൻ്റെ റൂട്ട് വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് വിട്ട ശേഷം നേരെ ലംഡിങ് വഴി ഫർക്കേറ്റിംഗ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ നേരെ തിരിഞ്ഞ് ജോർഘാട്ട് ലൈനിലേക്ക് കയറിയിട്ട് ഈ മറിയാനിൽ എത്തിച്ചേരുന്നത്. വിവേക് എക്സ്പ്രസ് ഒക്കെ ആണെങ്കിൽ ഫർക്കേറ്റിംഗ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് തന്നെ വരുന്നത് മറിയാണിയാണ്. 30 ചില്ലറ കിലോമീറ്റർ പോകാനുള്ള ഈ 2 സ്റ്റേഷൻ തമ്മിൽ. അപ്പോൾ നമ്മൾ കുറച്ച് വളഞ്ഞു പോകുന്നു പറയാം. ഇനി നമ്മൾ നേരെ പോകുന്നത് സിമൽഗുഡി വഴിയാണ്. സെയിം വിവേക് എക്സ്പ്രസും അതേ റൂട്ട് തന്നെയാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ നേരെ ദിബ്രുഗഡ് ഭാഗത്തേക്ക് പോകുന്നത് സിമൽഗുഡിയിൽ നിന്ന് ശിവസാഗർ, അതായത് സിപ്സാഗർ വഴിയാണ്. പക്ഷേ വിവേക് എക്സ്പ്രസ് ആണെങ്കിലോ സിമൽഗുഡിയിൽ നിന്ന് നേരെ തിൻസുക്കിയ വഴിയാണ് ദിബ്രുഗഡിലേക്ക് പോകുന്നത്. അങ്ങനെ ലോക്കോമോട്ടീവ് വന്നിരിക്കുകയാണ്. എന്തായാലും കുറച്ച് സമയം എടുക്കും അവർ റെഡിയായി വരാൻ. കപ്പിളായി. ഞങ്ങൾ S5-ലാണ് കയറിയത്. ഇവിടുത്തെ ബെർത്തുകൾ മുഴുവനും വേക്കൻ്റ് തന്നെയാണ്. ഞങ്ങളിതാ ഈ ഭാഗത്ത് ഇവിടെ ഒരു ആനയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ ഭാഗത്തൊരു കിളിയുടെ ഫോട്ടോ ഒക്കെ. എനിക്കൊന്നും നമ്മൾ നേരത്തെ കയറിയതിനെക്കാട്ടി എത്രയോ ബെറ്റർ കോച്ച് ഇത് തന്നെയാണല്ലേ. ആ ഭാഗത്ത് ഭയങ്കര തിരക്കാണ്. പിന്നെ ആ ഒരു കോച്ച് എന്ന് പറഞ്ഞ ഒരു വൃത്തിയില്ല. ആ ഒരു ബാത്റൂമിന്റെ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് മൊത്തം വെള്ളം, അതിനകത്തോടൊന്നും കയറാൻ പറ്റത്തില്ല. ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയ കാര്യം പറയാം. ഈ BG എക്സ്പ്രസ് മറിയാണിന്ന് രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം ഗുവാഹട്ടി എത്തിയില്ലേ, ഇത് അതാണല്ലോ നാഗാലാൻഡ് എക്സ്പ്രസ്സായി വരുന്നത്. അത് വലിയ ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ബാത്റൂമിന് ഭയങ്കര ശോകമാണ്. ഈ ഒരു ഫോട്ടോ ഇല്ല, എനിക്കൊന്നും ഇത് കാസിരംഗ നാഷണൽ പാർക്കുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ആകാം. പിന്നെ ഈ സംഭവമൊക്കെ ഇടാൻ കാരണം വേറൊന്നുമല്ല, തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുറവില്ല. പുറത്തേക്ക് ഇറങ്ങുന്ന സമയം അടക്കം ഭയങ്കര തണുപ്പാണ്. രാത്രിക്ക് എങ്ങനെ ഉറങ്ങിയത് നമുക്കേ അറിയൂ. ഇത് മറിയാണിന്ന് അലിപുർദ്വാറിലേക്ക് പോകുന്ന ഇന്റർസിറ്റിയാണ്. 700 കിലോമീറ്ററിന്റെ അടുത്ത് ഇതിന് യാത്ര ചെയ്യാനുണ്ട്. ഇവിടെ സ്റ്റേഷന്റെ പണികളൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. ഇവിടെ മുഴുവനും തേയിലയാണ്.
നല്ല തണുപ്പാണല്ലോ ഇവിടെ. ഇതിനനുയോജ്യമായ സ്ഥലം തന്നെയാണല്ലോ ഇതൊക്കെ. ഇത് അങ്ങ് ദൂരെ വരെയുണ്ട്, പക്ഷെ അവിടെയൊക്കെ അതിൻ്റെ ആ ഒരു ചെടിയൊക്കെ എടുത്തതാണെന്നാ തോന്നുന്നത്. ഇവിടെയുണ്ട് അത്യാവശ്യത്തിന്. അസാമിൽ ഒരുപാട് ഭാഗത്ത് ഇതുപോലെ തേയിലകൾ കാണാനായി സാധിക്കും. തിൻസൂക്കിയ ഭാഗത്ത് ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന തേയിലകളെയാണ് കാണാനായി സാധിക്കുന്നത്. അടുത്തടുത്തല്ല, അങ്ങ് അവിടെയാണ് പിന്നെയുള്ളത്. ട്രെയിൻ ഇപ്പോൾ സിമിലിഗുഡിയിലേക്ക് ഇതാ എത്തുകയാണ്. സ്റ്റേഷൻ 8:42. ട്രെയിൻ ഇപ്പോൾ സിമിലിഗുഡി ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. അവിടെ ഒരു JCB ഒക്കെ കാണാം ട്രാക്കിൽ. ഇവിടെയൊക്കെ സ്റ്റേഷൻ്റെ നവീകരണമാണ്. ഇവിടുന്ന് അണ്ടർസൗണ്ടിലൊക്കെ കയറാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു തിരക്കേറിയ സ്റ്റേഷൻ തന്നെയാണിത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ന്യൂ തിൻസുക്കിയ റംഗി എക്സ്പ്രസ് ഇവിടെ ഇപ്പോൾ വരാനുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഈ കേൾക്കുന്നത്. സിമിൽഗുഡി ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് 2 റൂട്ടുകളാണ് ദിബ്രുഗഡ് ഭാഗത്തേക്കുള്ളത്. ഒന്ന് വിവേക് എക്സ്പ്രസ് ഒക്കെ പോകുന്ന ന്യൂ തിൻസുക്കിയ ലൈനും, മറ്റൊന്നുള്ളത് ശിവസാഗർ, അതായത് സിപ്സാഗർ ലൈനും. സിപ്സാഗർ ലൈൻ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന റൂട്ടില്ലേ, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദിബ്രുഗഡിലേക്ക് അടുത്ത്. 50 കിലോമീറ്റർ ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ ഇതുവഴി പോകുമ്പോൾ കിട്ടുക. അതായത് നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് വഴി പോവുകയാണെങ്കിൽ 94 കിലോമീറ്ററും ന്യൂ തിൻസുക്കിയ വഴി പോവുകയാണെങ്കിൽ 144 കിലോമീറ്ററുമാണുള്ളത്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഈ ഒരു സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് ഒരുപാട് പേരാണ് വിവേക് എക്സ്പ്രസ്സിലേക്ക് വന്നിറങ്ങുന്നത്. ഇവിടെ ട്രാക്കിൻ്റെ ഒക്കെ വർക്ക് നടക്കുകയാണ്. തിൻസുക്കിയ റംഗി എക്സ്പ്രസ് ആണ്. ട്രെയിനിപ്പോൾ സിപ്സാഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഒരു വളവിലാണ് സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമൊക്കെ അവിടെയാണ്. സിപ്സാഗറിലാകെ എനിക്ക് തോന്നുന്നു ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അത് ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. കാരണം അത്രയും അങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ് ആ ഒരു പ്ലാറ്റ്ഫോം. അവിടം വരെയാണ് സ്റ്റേഷൻ. സിപ്സാഗർ ടൗൺ. 9:47. ട്രെയിൻ ഇപ്പോൾ മൊറാൻഹട്ട് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ദിബ്രുഗഡ് എത്തുന്നതിന് മുന്നേയുള്ള അവസാന സ്റ്റോപ്പാണിത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ട്രെയിനിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ നാഗാലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ പേരിലാണ് ഈ ഒരു ട്രെയിൻ അറിയപ്പെടുന്നത്. അത് അറിയപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ 2011 ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത്. അന്ന് ഇത് ഗുവാഹട്ടിയിൽ നിന്ന് നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ ദീമാപൂർ വരെയാണ് സർവീസ് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റിന്റെ പേരിൽ ഈ ഒരു ട്രെയിൻ ആ ഒരു പേരും കൂടെ നൽകിയിട്ടുണ്ടായത്. പിന്നീട് 2020 ഈ പറഞ്ഞ ദീമാപൂരിൽ നിന്ന് വണ്ടി ദിബ്രുഗഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. ദിബ്രുഗഡിൽ മെയിനായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടത്തേക്കല്ല ഇത് എക്സ്റ്റെൻഡ് ചെയ്തത്. അതും കഴിഞ്ഞ് ദിബ്രുഗഡ് ടൗൺ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്, അവിടേക്കാണ്
അത് നീട്ടിയിട്ടുണ്ടായത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ദിബ്രൂഗഡ് ടൗണിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് 2022 സമയത്തൊക്കെ. ഇപ്പൊ നിലവിൽ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല കേട്ടോ, അത് അടച്ച് പൂട്ടി എന്ന് പറയാം. ഇവിടെ മുഴുവനും കവുങ്ങുകളാണ്, പിന്നെ ഇവിടെ തന്നെ തേയിലയുണ്ട്. ഒരു ഗ്രാമപ്രദേശം. ഇവിടുത്തെ തേയിലക്ക് ഇതാ ഒന്നുമില്ല, ചെടീൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ കണ്ടോ കാണ്ടാമൃഗത്തിന്റെ ഒരു ഫോട്ടോ വെച്ചത്? നേരത്തെ പറഞ്ഞില്ലേ കാസിരംഗ നാഷണൽ പാർക്കിൽ കാണുന്നതാണല്ലോ കാണ്ടാമൃഗം, അതുകൊണ്ട് തന്നെയാണ് ഈ ട്രെയിനിൽ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വെച്ചത്. സിഗ്നൽ കിട്ടി നിർത്തിയതാണ്. ഇങ്ങനൊരു ലൈൻ കണ്ടില്ലേ, ഇത് നേരെ ഉണ്ടല്ലോ ബോഗിബീൽ പാലം വഴി നഗർ ലഗൂണിലേക്ക് പോകുന്നൊരു വഴിയാണ്. ലിഡോന്ന് മുർക്കങ്കസലേക്ക് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന DMU ആണ്. ബോഗിബീൽ പാലം വഴിയാണ് ഈ വണ്ടിയും പോകുന്നത്. ഗുവാഹത്തിയിൽ നിന്നും 552 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ ദിബ്രൂഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 10:50 എത്തേണ്ടത്, ഇപ്പോൾ 10:52 2 മിനിറ്റ് ട്രെയിൻ ലേറ്റായി. ഒരു WDP-40 കാണാം, WDP-7 കാണാം. നമ്മുടെ കന്യാകുമാരി ദിബ്രൂഗഡ് വിവേക് എക്സ്പ്രസ് വരുന്ന ആ ഒരു സ്റ്റേഷൻ. ഇത് രാജധാനി എക്സ്പ്രസ് ആണ്. സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് തന്നെ വിവേക് എക്സ്പ്രസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് ദിബ്രൂഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ്. ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും ദൂരത്തിൽ ഓടുന്ന ട്രെയിൻ. ഇത് ഇന്ന് വൈകുന്നേരം കന്യാകുമാരിയിലേക്ക് പോകുന്ന വിവേകാണ്. ഡെയിലി സർവീസുള്ള വണ്ടി തന്നെയാണിത്. ഇനി ഇതുവഴി നേരെ പുറത്തേക്ക് ഇറങ്ങാം. വണ്ടി വന്നത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. സ്റ്റേഷനിൽ ഫുഡ് കോർട്ടൊന്നുമില്ല, ഇതുപോലുള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഞങ്ങൾ അവിടുന്ന് 2 പാക്കറ്റ് ന്യൂഡിൽസ് വാങ്ങിച്ച് ഒരെണ്ണത്തിന് 50 രൂപയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ രാവിലെ ഇനിയിപ്പം ഈ ഒരു നൂഡിൽസ് കഴിക്കാം. ദിബ്രൂഗഡ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. പ്രധാനപ്പെട്ട എൻട്രൻസ് ഒക്കെ ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ കൂടുതലും ഓട്ടോകൾ തന്നെയാണ്. ഇവിടുന്ന് ടൗൺ ഭാഗത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. ഈ ഭാഗത്തേക്ക് ആണ് ടൗണിലേക്കുള്ള ആ ഒരു വഴിയൊക്കെ വരുന്നത്. ഇതാ ഇവിടെ കൂടുതൽ ഈ സമയത്ത് ഇപ്പോൾ ഷെയർ വണ്ടികൾ തന്നെയാണ് കൂടുതലായിട്ടും. ഗുവാഹത്തിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ദിബ്രൂഗഡിൽ നിന്ന് തിൻസൂക്കി എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഞങ്ങൾക്ക് ഒരാളെ കാണാനൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയതാണ് വിനിച്ചേട്ടനെ. അപ്പോൾ വിനിച്ചേട്ടൻ്റെ അവിടെ പോയിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട്. അതൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ ബൈ.